ഇനി ചെല്ലാനത്തേക്ക് പോകാം. ചെല്ലാനം മാലാഖപ്പടിയിലെ തീരപ്രദേശത്തേക്കുള്ള ഇടറോഡ് തകർന്ന് വർഷങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ച ഭാഗത്ത് ഏറ്റെടുത്ത സ്ഥലം റോഡായി വികസിപ്പിച്ചാൽ സഞ്ചാരം സുഗമമാകുമെന്നും തീരദേശ ജനത പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ പോലും ശ്രദ്ധ വയ്ക്കുന്നില്ല. ഇടറോഡ് എന്ന് പേരുമാത്രമായ മാലാഖപ്പടി ദീപ്തി അംഗനവാടി റോഡാണ് ഇത്. പണ്ടെങ്ങോ പൂഴിയും മെറ്റലുമിട്ട് ഉറപ്പിച്ച ചെറിയ പാടുകൾ മാത്രം അവശേഷിക്കുന്ന നടപ്പാത. ചെല്ലാനം മാലാഖപ്പടി പ്രദേശത്തുള്ളവരുടെ സഞ്ചാരപാതയാണിത്. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചിടത്തെ സ്ഥലം കൂടി റോഡിനായി വികസിപ്പിച്ചാൽ സഞ്ചാരം സുഗമമാകുമെന്നും വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാത പുനർനിർമ്മിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കടൽ തീരത്തേക്ക് ആകെയുള്ള ഒരു റോഡ് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഇവിടെ പണി നടന്നിട്ടില്ല. കാര്യം 2021 ടൗട്ട വന്നതോടുകൂടിയാണ് ഈ റോഡ് പൂർണ്ണമായിട്ടും പോയത്. അതിനു മുമ്പ് ടാർ റോഡായിരുന്നു. അതിനുശേഷം പിന്നെ മെയിൻ്റെനൻസ് വർക്കുകളൊന്നും ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ വേറെ ഒരു മാർഗ്ഗമില്ല. തൊട്ടടുത്തൊരു ബാലവാടിയുണ്ട്. ഈ കാണുന്നതൊരു ബാലവാടിയാണ്. ഈ ബാലവാടിയിലൂടെ കുട്ടികൾക്ക് വരണമെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിലോ ഒക്കെ ഒന്നും പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ മൊത്തം കുഴിയായിട്ട് മൊത്തം വെള്ളമായി കിടക്കണം അവിടെ. മഴക്കാലമായാൽ ഇരുചക്ര വാഹനം പോലും വരാൻ ബുദ്ധിമുട്ടുന്ന ഈ നടപ്പാതയെ നിരവധി തീരദേശ കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടിയാണെങ്കിലും ഒരു പെരയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഈ ഒരു വഴി അത്രേ ഉള്ളൂ. ഇതുവരെ ഇവിടെ ആരും ഒന്നും തിരിഞ്ഞ് നോക്കണില്ല. കടൽ ഭിത്തി വന്നു കഴിഞ്ഞിട്ട് പിന്നെ വെള്ളക്കയറ്റമില്ല. വെള്ളം കയറി 8 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഇവിടുന്ന് പോയതാണ്. അത് കഴിഞ്ഞ് റോഡിലൊക്കെ ഇങ്ങനെയാണ് കിടക്കണത്. ഒരാളും തിരിഞ്ഞു നോക്കാൻ ഇവിടെയില്ല. കടൽക്കയറ്റ ഭീഷണി ഒഴിഞ്ഞ ചെല്ലാനം മാലാഖപ്പടി ഭാഗത്ത് ഇടറോഡ് വികസനം കൂടി യാഥാർത്ഥ്യമായാൽ തീരദേശ ജനതയുടെ ഏറെ നാളത്തെ സ്വപ്നം കൂടിയാകും സാക്ഷാത്കരിക്കുക. ജനം, കൊച്ചി.